ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു സ്വീറ്റ് ഡിഷിൻ്റെ റെസിപ്പിയാണ്, അതായത് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കസ്റ്റാർഡ് ഉണ്ടാക്കാനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് പശുവിൻ പാൽ, അതായത് ഒരു 1/4 കപ്പോളം പശുവിൻ പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒട്ടും കട്ടകളില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്കാം. ഒരു സോസ് പാനിൽ അളവ് കപ്പിന് 2 കപ്പ് സാധാരണ പശുവിൻ പാൽ എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ച് ചൂടാക്കിയാൽ മതി, ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മധുരം, അതായത് പഞ്ചസാര ഏകദേശം 3 മുതൽ 3.25 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതൊരു സ്വീറ്റ് ഡിഷ് അല്ലേ, അപ്പം കുറച്ച് മധുരം വേണമല്ലോ, അതുകൊണ്ട് ഞാനൊരു 3.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ച് നോക്കി വേണം ചേർക്കാൻ. അഥവാ കുറച്ച് മധുരം കുറഞ്ഞു പോയാലും ഇത് തീ ഓഫാക്കി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അത് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങുന്ന പരുവമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കൈ കൊണ്ട് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നിർത്താതെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടുകയും അടിക്ക് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു റെസിപ്പിയാണ്, പക്ഷേ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചുണ്ടാക്കിയില്ലെങ്കിൽ പാളിപ്പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ ചെറിയ തീയിലിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾ തീ കൂട്ടി വെക്കരുത്, തീ കുറച്ചുകൂടെ കുറച്ച് വെക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കണം. ഒരുപാട് തിക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ പിന്നെ കസ്റ്റാർഡ് തണുത്ത് കഴിയുമ്പോൾ കുറേ കൂടി തിക്കാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റാർഡ് തണുക്കും തോറും അതിൻ്റെ കട്ടി കൂടുമെന്നുള്ളതാണ്. ഇതിലേക്ക് ഞാനൊരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മണത്തിനൊക്കെ വേണ്ടിയാണ്. അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വാനില എസൻസ് ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തു. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാനില എസൻസ് ചേർത്താൽ മതി. ഇനി ഇതിലെ മധുരത്തിൻ്റെ കാര്യം, 250 ml അളവ് കപ്പിന് 2 കപ്പ് പാലും പിന്നെ ഒരു 1/4 കപ്പ് പാലൂടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കസ്റ്റാർഡ് കലക്കാൻ എടുത്തല്ലോ, അപ്പോൾ അത്രയും പാലിന് ഞാനിൽ ചേർത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണാണ്. അതെനിക്ക് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങളും മധുരം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ഇനി നമുക്കിത് തണുക്കാനായിട്ട്, അതായത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അതിനായിട്ട് ഫ്രൂട്ട്സ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കാതിരുന്നാൽ മതി, അല്ലാതെ മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. എനിക്കിവിടെ മാങ്ങ മാത്രമേ ഉള്ളൂ കിട്ടാഞ്ഞത്, അപ്പോൾ ഞാൻ മാങ്ങ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് മാങ്ങ കിട്ടുവാണെങ്കിൽ അതും കൂടെ ചേർത്തു. മാങ്ങയും അതുപോലെ പൂവൻപഴം അല്ലെങ്കിൽ ഞാലിപ്പൂവനൊക്കെ ഇതിനകത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആപ്പിൾ, ശരിക്കും ഈ ഫ്രൂട്ട് സലാഡിൽ മാങ്ങ, ആപ്പിൾ, ഞാലിപ്പൂവൻ ഇങ്ങനെയുള്ള പഴങ്ങൾ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആകും കേട്ടോ. ഞാൻ എല്ലാം 1/4 കപ്പ് ഇതാണ് ഇവിടെ ചേർക്കുന്നത്. പഴം മാത്രം ഞാൻ ലേശം കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് കറുപ്പും പച്ചയും മുന്തിരിങ്ങ, അതുപോലെ തന്നെ കിവി, അനാർ, അത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഒരുപാട് ഇതിൽ ചേർക്കാറില്ല അനാറ്. പിന്നെ ഇത് ഞാലിപ്പൂവൻ പഴം, ഈ ഞാലിപ്പൂവൻ അല്ലെങ്കിൽ പൂവൻപഴമൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ പഴം തന്നെ കിട്ടുമോ നോക്കുക കേട്ടോ. അതുപോലെ ആപ്പിളും എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊരു 1/4 കപ്പ് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബൗളിലേക്ക് ഈ പച്ച മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കറുത്ത മുന്തിരിങ്ങ, ആപ്പിൾ, കിവി, പഴം മാത്രം ഞാൻ ലേശം കൂടുതൽ ഇട്ട് കൊടുക്കുവാണ്. തണുക്കാനായിട്ട്, അതായത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം.
ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നിങ്ങൾ തയ്യാറാക്കാൻ. ഇനി ഒരുപാട് അങ്ങ് തിക്ക് ക്രീം ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് വീണ്ടും ഓവറായിട്ട് തിക്കാവും, പിന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല. ഇതിന് നിങ്ങൾ 1 മുതൽ 2 3 മണിക്കൂർ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഫ്രീസറിലല്ല, റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. തണുപ്പിച്ചെടുക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാം. ഇനി ഈ കസ്റ്റാർഡ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഗാർണിഷിനായിട്ട് ഞാൻ അനാർ ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് കുറച്ച് ആൽമണ്ടും കുറച്ച് നട്ട്സും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിസ്താഷ്യോ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെക്കാം. അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ്, അതായത് 250 ml 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എന്ന കണക്കാണ്. അതുപോലെ 2 കപ്പ് ആകുമ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഓർമ്മിക്കേണ്ട 2-3 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന്, പുളിയുള്ള ഫ്രൂട്ട്സ്, ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യണം. കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം തീ കൂട്ടി വെക്കരുത്. തീ ഒരു ചെറിയ തീയിൽ വെച്ചതിന് ശേഷം വേണം നമ്മളത് മിക്സ് ചെയ്യാൻ. എന്നിട്ടത് അടുക്കി പിടിക്കുക ഒന്നും ചെയ്യില്ല. ഒരുപാട് തിക്കാവാൻ വെയിറ്റ് ചെയ്യില്ല. ഒരു സെമി കൺസിസ്റ്റൻസി ആകുമ്പോൾ നിങ്ങളങ്ങ് ഓഫാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്, ഇത് തണുക്കും തോറും ഈ കസ്റ്റാർഡ് മിക്സിൻ്റെ കട്ടി കൂടി വരും. പിന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ കാണാനും ഒരു ലുക്ക് കാണത്തില്ല, ടേസ്റ്റും കാണത്തില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാൻ, ഞാൻ കാണിച്ചതുപോലെ ആ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ ലഞ്ചിനോ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് പ്രയോജനപ്പെടട്ടെ. അപ്പോഴൊക്കെ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.